അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, പ്രശാന്ത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായാണ് തൻ്റെ അറസ്റ്റ് എന്നുള്ളതാണ്. അത് നിയമം വഴി പോയി അത് തെളിയിക്കും, സംശുദ്ധിയോടെ തിരിച്ചു വരും എന്നൊക്കെ പി എസ് പ്രശാന്ത് പറയുന്നുണ്ട്. പക്ഷേ പി എസ് പ്രശാന്തിൻ്റെ ആ ചെയ്തികൾ ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു ബന്ധുവായിരുന്നു. അതുപോലെ ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണി എന്നാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി SIT എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ണിയുടെ ഫോൺ വഴിയാണ് ഈ ഡീലുകൾ അത്രയും പി എസ് പ്രശാന്ത് ഉറപ്പിച്ചത് എന്നതാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനകത്ത് നിന്ന് ചോർത്തിയെടുത്ത ചില വിവരങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. SITക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പി എസ് പ്രശാന്തിൻ്റെ ഫോണിൽ നിന്നല്ല ഈ ഇടപാടുകളുടെ ഒരു കളമൊരുങ്ങുന്നത്. ഉണ്ണിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് പല ഡീലുകളും ഉറപ്പിച്ചിട്ടുണ്ട്. അത് SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രശാന്ത് പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. പറയാൻ സാധിക്കില്ല. നമ്മുടെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വൺ ഹു നോ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്നാണ്. ഒരു കള്ളനായ വ്യക്തി അയാളുടെ സമാന ചിന്താഗതിയുള്ള കള്ളന്മാരാലായിരിക്കും നിയന്ത്രിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. കാരണം ഈ കാലത്തൊക്കെ നമുക്കറിയാമല്ലോ, ഈ മൊബൈൽ സംവിധാനങ്ങളും അല്ലെങ്കിൽ IT സംവിധാനങ്ങളും ഈ CCTV സംവിധാനങ്ങളും ഒക്കെ വളരെ സജീവമായിരിക്കുന്ന ഈ കാലയളവിൽ ഏത് കുറ്റം ചെയ്താലും തെളിയിക്കാനൊക്കെ ഒരു നല്ല ആർജവമുള്ള ഒരു പോലീസ് സംവിധാനം ഉണ്ടെങ്കിൽ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. രാഷ്ട്രീയപരമായ സമ്മർദ്ദം ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ കേരളത്തിലെ പോലീസ് മിടുക്കന്മാർ തന്നെയാണ്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും, VD സതീശൻ സർക്കാർ വരുന്നതിന് മുമ്പായിരുന്നു എങ്കിൽ വീണ്ടും ഒരു മൂന്നാം ടേം ഈ മന്ത്രിസഭയ്ക്ക് അല്ലെ പിണറായി സർക്കാരിന് കിട്ടുകയായിരുന്നു എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് കഴിഞ്ഞ അറസ്റ്റിൽ വെച്ച് ആ അറസ്റ്റുകളെല്ലാം നിർത്തിവെച്ചേനെ. ഈ പ്രശാന്തിലേക്കോ അജികുമാറിലേക്കോ ഇനി വരാൻ പോകുന്ന കടകംപള്ളിയിലേക്കോ ഇനി വരാൻ പോകുന്ന വാസവനിലേക്കോ AKA സെന്ററിലേക്കോ ഒന്നും ഈ അന്വേഷണം കൊണ്ടുപോകാൻ ഇവിടുത്തെ SITക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അത് വളരെ കൃത്യമാണ്. നീലിമ പറഞ്ഞ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ പലരും പറയുന്നുണ്ട്. പക്ഷെ തെളിവുകൾ നമ്മുടെ ലഭ്യമായിട്ടില്ല, SITയുടെ ലഭ്യമായി കാണും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, SIT ആയിക്കൊള്ളട്ടെ ഏത് അന്വേഷണ ഏജൻസി ആയിക്കൊള്ളട്ടെ, ഒരു പ്രമുഖനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ കുറെ രേഖകൾ അവർ കൈവശം വെക്കാതെ അല്ലെ കണ്ടെത്താതെ ഈ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകില്ല. ഈ കേസിനകത്ത് ഒരു കൗതുകകരമായ വസ്തുതയുണ്ട്. പ്രശാന്ത് നേരത്തെ പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ കാലത്ത് യാതൊരു സ്വർണവും നഷ്ടപ്പെട്ടിട്ടില്ല, ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് 90 ഗ്രാമോ എങ്ങാണ്ട് കൂടുതലായിരുന്നു, 9 ഗ്രാമോ 90 ഗ്രാമോ എങ്ങാണ്ട് കൂടുതലായിരുന്നു എന്നാണ്. എത്ര രാധാകൃഷ്ണൻ സാറിന് അറിയാമല്ലോ എത്ര ഗ്രാം ആയിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. 9 ഗ്രാം സ്വർണം കൂടുതലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കണക്കാണ് ഈ പറയുന്നത്. സാധാരണഗതിയിൽ സ്വർണത്തിന്റെ ഒരു പണി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കുറവാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മളൊരു സ്വർണം കൊടുത്തൊരു മാലയോ കമ്മലോ ഉണ്ടാക്കിയാൽ പണിക്കൂലിയായി അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഇത് കുറയും, മാറ്റ് കുറയുകയും അതുപോലെ തന്നെ അളവ് കുറയുകയും ചെയ്യുകയാണ്. ഇതിനകത്ത് കൃത്യമാണ്. എന്നെ കണ്ടാൽ മോഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ ചില കള്ളന്മാരെ പറ്റി പറയുന്ന പോലെ തന്നെയാണ്. ഇതിനകത്ത് ഇയാൾ ഉണ്ടാക്കിയ തിരക്കഥകളൊക്കെ പൊളിഞ്ഞുപോയി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും, അജികുമാറിനായിക്കൊള്ളട്ടെ ഈ പ്രശാന്തിനായിക്കൊള്ളട്ടെ, വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം അവിഹിത ബന്ധം തന്നെയായിരുന്നു. സാമ്പത്തികമായ നേട്ടം പരസ്പരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരസ്പര സഹകരണ സംഘമായിട്ടായിരുന്നു ഇവരെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതിനകത്ത് ആ ഏലത്തിന്റെ വിവാദ വിഷയമുണ്ട്. ശബരിമലയിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്തിയ ഒരു കണക്കിനകത്ത് പറയുന്നുണ്ട്, ഈ മായം കലർന്നു എന്ന് പറയുന്ന ഈ ഏലക്ക വെച്ചുണ്ടാക്കിയ ആ പായസത്തിന്റെ ടിന്നുകൾ സൂക്ഷിച്ചപ്പോൾ അവിടെ ഈ സീസൺ അല്ലാത്ത സമയത്ത് ആനയെ ഓടിക്കാൻ ആളിനെ നിർത്തിയ വകയിൽ പോലും കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ശർക്കരയുടെ മണമടിച്ച് ശബരിമലയുടെ വനപ്രദേശത്ത് നിന്ന് ആനകൾ വരുമ്പോൾ അതിനെ ഓടിക്കാൻ വരെ കള്ളക്കണക്ക് എഴുതി പൈസ ഉണ്ടാക്കിയ മാന്യന്മാരാണ് ഇവരൊക്കെ തന്നെ. അതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് അവസാനം കുഴിച്ചു മൂടാൻ കൊണ്ടുപോയത് എവിടെയാണ്? ദേവസ്വം മന്ത്രിയായിരുന്ന വാസവന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഒരു റബ്ബർ എസ്റ്റേറ്റിലാണ് ഇത് കുഴിച്ചു മൂടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഒക്കെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്തുള്ള രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അതിന് 2019 ഈ പത്മകുമാറും വാസുവും അവലംബിച്ച നടപടികൾ എന്തൊക്കെയാണോ അതേ തന്ത്രം തന്നെ അദ്ദേഹം എടുത്തുപയോഗിച്ചു. പക്ഷെ പാളിപ്പോയി എന്നുള്ളതാണ് സത്യം.
നിയമം അറിയാം. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പേരിന്റെ മുമ്പിൽ വെച്ചു എന്ന് പറഞ്ഞാലും യാതൊരു വിധമായ നിയമത്തിനെ പറ്റി യാതൊരു വിധമായ ബോധ്യവുമുള്ള വ്യക്തി അല്ലായിരുന്നു ഈ പ്രശാന്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ നാൾവഴികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് അജികുമാറിന്റെയും. ഇവരുണ്ടാക്കിയ സ്വത്തുക്കളെ പറ്റി അന്വേഷണം നടത്തണം. ഇവർ ദേവസ്വം ബോർഡിന്റെ ചുമതലകളിൽ വരുന്നതിന് മുമ്പ് ഇവരുടെ സാമ്പത്തികാവസ്ഥ എന്തായിരുന്നു, അവർ ആ ദേവസ്വത്തിന്റെ ചുമതലകൾ മാറിയതിനു ശേഷം ഇന്ന് അവരുടെ സാമ്പത്തികാവസ്ഥ എന്താണ്? ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശ്രീ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട് നിർമ്മിച്ചത് ഈ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? നമുക്കൊക്കെ ഒരു ഹൗസിംഗ് ലോൺ എടുക്കണമെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ വരുമാനം എത്രയാണ്, എത്ര രൂപ ടാക്സ് അടച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്കൊരു ഹൗസിംഗ് ലോൺ അനുവദിക്കുകയുള്ളൂ. പക്ഷേ ഈ സാറ് പറഞ്ഞതുപോലെ വെറും ഒരു ഓണറേറിയം, ബാക്കിയൊന്നും കണക്കിൽ കൂട്ടാൻ ഒക്കുന്നതല്ല. TA DA ഒന്നും ഇൻകം ടാക്സിന്റെ കണക്കിലേക്ക് പറയാനൊക്കത്തില്ല. അതൊക്കെ റീഇംബേഴ്സ്മെന്റ് ആണ്. ഈ ഓണറേറിയമായിട്ട് 30,000 രൂപ വെച്ച് ഒരു വർഷം 3,60,000 രൂപ മാത്രം മേടിക്കുന്ന ഒരാള് ഇത്ര വലിയൊരു കൊട്ടാര സമാനമായി വീട് വെച്ചത് എങ്ങനെയാണ്? അദ്ദേഹം കൊടുത്ത ഇൻകം ടാക്സിന്റെ കണക്ക് എന്താണ്? ഇദ്ദേഹത്തിന് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ചതിന്റെ മാനദണ്ഡം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൂടെ അന്വേഷിക്കണം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം ഉപഗ്രഹങ്ങളായി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുടെ സാമ്പത്തിക അവസ്ഥ, ആ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി, ഫോട്ടോഗ്രാഫർ തുടങ്ങിയവരുടെ സാമ്പത്തിക അവസ്ഥയെ പറ്റി കൂടി നമ്മളൊരു അന്വേഷണം നടത്താൻ SIT തയ്യാറാകണം. അവരെയും പ്രതിയാക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പ്രതിസ്ഥാനത്തേക്ക് വരിക തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം പോവുകയുള്ളൂ. അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്കും വാസവനിലേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ എന്താണ്? അവർക്ക് ഈ കേസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അവിഹിതമായ ബന്ധങ്ങളുണ്ടോ? അവർ ഏതെങ്കിലും സാമ്പത്തിക നേട്ടം ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ബാധ്യതയും SIT. വളരെ വിശദമായ ഒരു അന്വേഷണം അനിവാര്യമാണ്.